ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കേസായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് റിജക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോറാറ്റ അലോട്ട്മെൻറ്റും കൂടെ വരുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ഷെയർ ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് പബ്ലിക് പേയബിൾ അറ്റ് 1 ഓൺ ആപ്ലിക്കേഷൻ, 3 ഓൺ അലോട്ട്മെൻറ്റ്, 2 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് 4 ഓൺ സെക്കൻഡ് കോൾ. ആപ്ലിക്കേഷൻ were received for 40,000 shares. All the amounts due were received on time. Past journal entries in the following cases: when application for 4,000 shares are rejected and application money refund ചെയ്തു. when shares are allotted on pro rata basis. അപ്പോൾ നമുക്കിതിൽ രണ്ട് കേസായിട്ടാണ് ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ മണി 4,000 ഷെയർസിൻ്റെ അത് റിജക്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു കേസ് ചെയ്യണം. സെക്കൻഡ് പ്രോറാറ്റ അലോട്ട്മെൻറ്റിൽ അലോട്ട് ചെയ്യുന്നതിൻ്റെ അതും നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ മണി 4,000 റിജക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് ഉള്ളത് എഴുതിയെടുക്കുക. ആപ്ലിക്കേഷൻ മണി 1 രൂപയാണ്, അലോട്ട്മെൻറ്റ് മണി ഇങ്ങനെയാണ്. ഫസ്റ്റ് കോൾ 2 രൂപ, സെക്കൻഡ് കോൾ 4 രൂപ. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ വരും. 14,000 ഇൻറ്റു 1. 14,000 എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ വന്നിട്ടുള്ളത് 14,000 ഷെയർസിൻ്റെയാണ് ഇവിടെ ആപ്ലിക്കേഷൻ മണി റിസീവ് ആയിട്ടുള്ളത്. അതാണ് 14,000 ഇൻറ്റു 1 വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ളത് 10,000 ആണ്. പക്ഷേ 14,000ൻ്റെ ആപ്ലിക്കേഷൻ മണി നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കിത് എന്ത് ചെയ്താം, ഡിവൈഡ് ചെയ്ത് എഴുതാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു 14,000 ഷെയർ ക്യാപ്. ഇവിടെ 14,000 തന്നെ വരാൻ കാരണം 1 രൂപയാണ് കേട്ടോ ആപ്ലിക്കേഷൻ മണി, അതാണ്. പിന്നെ ഷെയർ ക്യാപിറ്റൽ 10,000 ഷെയർസ് ആണുള്ളത്. സോ 10,000 ഇൻറ്റു 1 വരും. 10,000 ഇൻറ്റു 1 വരും. പിന്നെ ടു ബാങ്ക് ഈ ബാലൻസ് വന്ന് 4,000. കാരണം 4,000 ഷെയർസ് 1 രൂപ ആയതുകൊണ്ടാണ് ഇവിടെ 4,000 വന്നത്, അല്ലാണ്ട് 4,000 ഷെയർസ് ആയതുകൊണ്ടല്ല കേട്ടോ. 4,000 ഷെയർസ് ആണുള്ളത്, 1 രൂപ ആയതുകൊണ്ട് 4,000 രൂപ വന്നു. അങ്ങനെയാണ് അത് വന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, നമ്മളത് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര, 4,000ൻ്റെ ബാക്കിയുള്ളത് 10,000 ആണ്. സോ 10,000 ഇൻറ്റു 3 ഇപ്പോൾ 30,000 വരും. അത് ജനറേഷൻ എഴുതാൻ മറക്കരുത് കേട്ടോ, ഡ്യൂ ആവുന്നത്. അതുപോലെ തന്നെ 10,000 ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് മണി ഒന്ന് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. പിന്നെ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അപ്റ്റർ ടു അങ്ങനെ ഉള്ളതും 10,000 ഇൻറ്റു 2 വരും. 10,000 ഇൻറ്റു 4 വരും. അപ്പോൾ റിജക്റ്റ് ചെയ്താൽ ആദ്യത്തെ 2 ജേണൽ എൻട്രി മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്, എത്ര ആപ്ലിക്കേഷൻ മണിയുടെ ആണോ വന്നിട്ടുള്ളത് അത് കംപ്ലീറ്റ് എടുത്ത് എഴുതുക. സെക്കൻഡിൽ അത് ഡിവൈഡ് ചെയ്ത് എഴുതുക. ഡിവൈഡ് എഴുതുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് ഷെയർ ക്യാപിറ്റലിലേക്ക് എഴുതുക, ഒന്ന് ബാങ്കിക്കും. കാരണം അത് റീഫണ്ട് ചെയ്യണമല്ലോ. ഈ ബാങ്കിക്ക് പോകുന്നത് റീഫണ്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ റീഫണ്ടും ചെയ്തു. ബാങ്കിൽ നിന്ന് അത് ക്രെഡിറ്റായി, അത് റീഫണ്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 10,000 ഷെയർസാണ്. 10,000 ഷെയർസിന് എങ്ങനെയാണ് വരിക, അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ തന്നെ ഫസ്റ്റ് കോളിൻ്റെ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് വെച്ചിട്ട് ഇത് ചെയ്യുക. നെറേഷൻ എഴുതുക. ആദ്യം ഡ്യൂ ആവുന്ന എഴുതുക, നെറേഷൻ എഴുതുക, പിന്നെ റിസീവ് ആവുന്ന എഴുതുക, പിന്നെ ഡ്യൂ റിസീവ് നെറേഷൻ എഴുതാൻ മറക്കരുത്. അതാണ് എന്ത് പറയുന്നത്, പ്രോറാറ്റ അല്ലാത്ത റിജക്റ്റ് ചെയ്യുന്ന കേസിൽ വന്നിട്ടുള്ളത്. ഇനി പ്രോറാറ്റ ബേസിസ്. ഈ പ്രോറാറ്റ ബേസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളതൊരിക്കലും അതിൽ പ്രോറാറ്റ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്യാഷ് തിരികെ കൊടുക്കരുത് അവർക്ക്. നമ്മൾ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് എമൗണ്ടിന് വേണ്ടത്. അതായത് ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയല്ലേ വന്നേ, അതായത് പ്രോറാറ്റ ബേസിസിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ നമ്മൾ നേരത്തെ ജേണൽ എൻട്രി പോലെ തന്നെ എഴുതുക. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 3 ആയിരുന്നു അലോട്ട്മെൻറ്റ് മണി വരുന്നത്. 10,000 ഇൻറ്റു 3 ആയിരുന്നു അലോട്ട്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് 30,000 തന്നെ. അപ്പോൾ നമ്മൾ സെയിം സാധനം തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. 10,000 ഇൻറ്റു 3 30,000 വരും. പിന്നെ അതിനെ ഇനി നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രോറാറ്റ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം ബാങ്കിക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എത്ര ആപ്ലിക്കേഷൻ മണിയാണോ കൂടുതൽ വന്നിട്ടുള്ളത് ആ എമൗണ്ട് നമ്മൾ
ഈ ബാങ്കിൽ കൊടുക്കുന്നതിന് മൈനസ് ചെയ്യണം. അപ്പോൾ 26,000-ൽ നിന്ന് 30,000-ൽ നിന്ന് ആ 4,000 മൈനസ് ചെയ്തപ്പോൾ ബാങ്കിൽ 26,000 പോയത്. അപ്പോൾ ബാക്കി വന്ന 4,000 ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കണം. പിന്നെ ഷെയർ അലോട്ട്മെൻറ്റ് 30,000. അതാണ് ഇത് പറയുന്നത്. 30,000 ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, പിന്നെ ബാങ്ക് അക്കൗണ്ട് 26,000, ഷെയർ ആപ്ലിക്കേഷൻ 4,000, ഷെയർ അലോട്ട്മെൻറ്റ് 30,000 എന്ന് പറഞ്ഞിട്ട് ഇതാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രോറാറ്റ ബേസിസിൽ അലോട്ട്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലാണ്ട് ഫസ്റ്റ് കോളിലോ ഫൈനൽ കോളിലോ അഡ്ജസ്റ്റ് ചെയ്യരുത്. ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് ആദ്യം എടുത്ത് എഴുതുക. അതിനുശേഷം പിന്നെ ബാങ്കിലോട്ട് എമൗണ്ട് പോകുമ്പോൾ എത്രയാണോ കൂടുതൽ വന്നിട്ടുള്ളത് ആ എമൗണ്ട് ബാങ്കിൽ നിന്ന് മൈനസ്, ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാങ്കിലോട്ട് ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് ആ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എവിടെ? ഷെയർ ആപ്ലിക്കേഷൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഷെയർ അലോട്ട്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഇത്. നെറേഷൻ എഴുതണം പ്രോറാറ്റ ബേസിസിൽ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മുടേതായ രീതിയിലൊരു നെറേഷൻ എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.